എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കടന്നു വന്ന പാതകളിലെല്ലാം എനിക്ക് സക്സസ് ആകാൻ പറ്റിയത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നത് മാത്രമാണ്. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ശരിക്കും ഒരു മാതൃകയാണ്. ഫ്രീഡോ ചലഞ്ച് പോലുള്ള പ്രോഗ്രാമുകൾ വന്നതോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ഷനിലേക്ക് വരാനുള്ള ഒരു കൃത്യമായ പാത്ത് അതിൽ നിന്നും നമുക്ക് ക്ലിയർ ആയി കിട്ടി. 10 days വീഡിയോ ചലഞ്ച് എന്ന ആ പ്രോഗ്രാം ഏറ്റെടുത്ത വഴി ചെയ്തത് വഴി എൻ്റെ കരിയറിലെ വളരെ വലിയൊരു വഴിത്തിരിവായിരുന്നു. പ്രത്യേകിച്ചും ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള എൻ്റെ ആ ഫിയർ മാറിക്കിട്ടി. യെസ്, പ്രിൻസ് സർ നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. യെസ്, വളരെ സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനായിട്ട് കഴിഞ്ഞതിൽ. സർ, നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂയുടെ ഒരു ഫോർമാറ്റ് മുന്നോട്ട് പോകുന്നത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത്, ഒരു ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ വാക്കുകൊണ്ടെങ്കിലും മറ്റൊരാളെ ആക്ഷൻ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ലൈഫിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. എവിടെയാണ് ജനിച്ചത്, വളർന്നത്, എന്താണ് ചെയ്യുന്നത്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി നമ്മുടെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജനിച്ചത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കൂത്താട്ടോളം എന്ന സ്ഥലത്താണ്. സ്കൂളിങ്ങിന് ഒക്കെ ശേഷം എൻ്റെ കരിയർ, കോളേജ് പഠനത്തിന് ശേഷം, ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കരിയർ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായി ഞാൻ ഓവർസീസ് പോകേണ്ട നിർബന്ധമായി. ഞാൻ അങ്ങനെ സ്പെയിൻ, പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ അങ്ങനെ ഒരു 6-7 കൺട്രികളിൽ ഞാൻ എൻ്റെ കരിയറിന്റെ പാർട്ടായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് കരിയറിൽ അവിടെ നിന്നുള്ള കുറെ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ചും ഞാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു. അവര് എഡ്യൂക്കേഷൻ സെക്ടറിൽ അവർക്ക് വെസ്റ്റ് ആഫ്രിക്കൻ റീജിയനിലൊക്കെ അവർക്ക് വർക്കുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പാർട്ടായിട്ട് എനിക്കും കമ്പനിയുടെ പ്രതിനിധിയായിട്ട് അവിടെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ആ ഫീൽഡിൽ കുറെ എക്സ്പീരിയൻസുകൾ കിട്ടി. അതിന്റെ പേരിൽ ഞാൻ ഓവർസീസ് കരിയർ ഗൈഡൻസ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം 2018 ഞാൻ ഓവർസീസ് കരിയർ ഗൈഡൻസിന്റെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു, കൂത്താട്ടുകുളത്ത് ബേസ് ചെയ്ത്. അതിനുശേഷം 2 ഫ്രാഞ്ചൈസികളൊക്കെ സമീപ ഏരിയകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നീട് ഒരു 2 വർഷത്തോളം ഞാൻ ആ സെക്ടറിൽ നിന്നതിന് ശേഷം ഞാൻ 2020 കൂടി ഞാൻ ഓവർസീസ് കരിയർ ഗൈഡൻസിന്റെ ഒപ്പം തന്നെ ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഞാനിപ്പോ നമ്മുടെ കാൽസ്റ്റോൾ കമ്മ്യൂണിറ്റിയിൽ വന്നത് ഞാൻ ഒരു ഏകദേശം ഇപ്പോൾ 1 വർഷം ജസ്റ്റ് കഴിഞ്ഞു. നവംബർ വന്നപ്പോഴത്തേക്കും 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിനിടയ്ക്ക് എൻ്റെ കരിയറിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. പ്രത്യേകിച്ചും ടെക്നോളജി രംഗത്ത് എനിക്കുണ്ടായിരുന്ന ഒരു പരിമിതികൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം ഒത്തിരി റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഒത്തിരി ആക്ഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ള, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. അത് ചെയ്യാൻ സാധിച്ചു. അതാണ് എൻ്റെ സക്സസ്, എൻ്റെ ലൈഫിൽ കരിയറിലെ മുന്നോട്ടുള്ള യാത്രയുടെ ഏറ്റവും ബേസ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം സാർ, ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരാളും ഫ്രണ്ടിൽ വരുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? 10 days വീഡിയോ ചലഞ്ച്, ആ ഒരു ക്യാമറയിലേക്ക് വരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ട് സ്ഥാപിച്ചെങ്കിലും എനിക്ക് ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നിരുന്നില്ല. മറ്റുള്ളവരെ വെച്ച് അഡ്വർടൈസ്മെന്റ് എടുക്കുക, അതുപോലെ കുട്ടികളുടെ ഓരോ ടെസ്റ്റിമോണിയൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ, അതുപോലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചാനൽ വഴി ചെയ്യുക. അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്താണ് സാറിന്റെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നതും അതിനകത്ത് 10 days വീഡിയോ ചലഞ്ച് എന്ന ആ പ്രോഗ്രാം ഏറ്റെടുത്ത വഴി ചെയ്തത് വഴി എൻ്റെ കരിയറിലെ വളരെ വലിയൊരു വഴിത്തിരിവായിരുന്നു. പ്രത്യേകിച്ചും ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള എൻ്റെ ആ ഫിയർ മാറിക്കിട്ടി. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 100 വീഡിയോസ് ചെയ്തത് വഴി നമുക്ക് ഏത് സമയത്ത് എപ്പോൾ ചോദിച്ചാലും ഒരു വീഡിയോ ചെയ്യാനോ എന്നുള്ള നമുക്ക് ഫിയർ ഇല്ലാണ്ടായി. റെഗുലർ ഒരു 3-4 വീഡിയോസ് വെച്ച് എൻ്റെ പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യാവുന്ന ലെവലിലേക്ക് മാനസികമായിട്ടും മെന്റലി ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ആയി. അതോടുകൂടി നമുക്ക് ആ ഒരു ഫിയർ എന്നുള്ള ഒരു ഇത് തന്നെ മാറി. അതോടൊപ്പം തന്നെ പിന്നീട് അത് കഴിഞ്ഞ് ഫ്രീഡോ ചലഞ്ച് പോലുള്ള പ്രോഗ്രാമുകൾ വന്നതോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ഷനിലേക്ക് വരാനുള്ള ഒരു കൃത്യമായ പാത്ത് അതിൽ നിന്നും നമുക്ക് ക്ലിയർ ആയി കിട്ടി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആ ഓരോ സ്റ്റെപ്പും, നമ്മളിപ്പോൾ ഒരു വലിയ ചിത്രകാരൻ ഒരു ചിത്രത്തെ ചെറിയ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് പെയിന്റിംഗ് ആക്കി മാറ്റുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ കരിയർ പാത്തിന്റെ
ഡെവലപ്മെന്റ്സിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് പിക്ചർ നമുക്കും ലൈഫിൽ കിട്ടുമെന്നുള്ള കാര്യം വളരെ വ്യക്തവും സ്പഷ്ടവുമാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫ്രീഡം സെൻസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഫെല്ലോ മെമ്പേഴ്സ് അവരുടെയൊക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഒരു വർത്താണ്. കാരണം വെച്ചാൽ നമ്മള് അതിനകത്ത് അംഗങ്ങളുടെ നമ്മളിപ്പോൾ ഒരു കാര്യത്തെ പറ്റി നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഒരു ഡൗട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അനേകം നൂറുകണക്കിന് റിപ്ലൈസ് അതിൽ നിന്ന് കിട്ടും. എന്താണ് അതെങ്ങനെ സോൾവ് ചെയ്യാം, അതിനകത്ത് സമാന എക്സ്പീരിയൻസ് ഉള്ളവർ ഒത്തിരി പേരുണ്ടായിരിക്കും. അതിനൊക്കെ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അഡ്വാൻസ്ഡ് ആയിട്ട്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡൗട്ട്സുകൾ ഒരു വിതിൻ മിനിറ്റുകൾക്കുള്ളിൽ അത് സോൾവ് ആയി പോകുന്ന രീതിയിലാണ് ഈ കമ്മ്യൂണിറ്റിയുടെ സിസ്റ്റം പോകുന്നത്. അതുപോലെ വളരെ എല്ലാവരും അങ്ങോട്ടും ഈച്ച് ആൻഡ് എവരി പേഴ്സൺ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ശരിക്കും ഒരു മാതൃകയാണ്. ഞാൻ ഇതുവരെ ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുമ്പ് പല മെന്ററുടെ അണ്ടറിൽ ഞാൻ ട്രെയിനിങ്ങിന് ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്താകാൻ അത് പോയത് കൊണ്ട് ഞാനാണ് വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. വന്നതിന് ശേഷമുള്ള മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, നമ്മൾ ഈ പുതുതായിട്ടുള്ള ഒത്തിരി പേര് ഈ ഒരു വീഡിയോ കാണുന്നവർ പോലും വെബിനാറൊക്കെ പങ്കെടുത്തിട്ടും കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ മടിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കും. അവരോട് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ കരിയറിൽ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രീം, ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാഷൻ സക്സസ് ആയി മാറണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ടാർഗറ്റ്, നമ്മുടെ നിലവിലുള്ള സ്റ്റേജ് മുതൽ ടാർഗറ്റ് വരെയുള്ള കൃത്യമായിട്ടുള്ള ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്കത് മാർക്ക് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് ആ പോയിന്റിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു മെന്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ മെന്ററിന്റെ അണ്ടറിൽ നമ്മൾ പോകുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മുടെ ആ ടാർഗറ്റ് ലെവലിലേക്ക് എത്താനുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും നമ്മളെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോന്നും മോണിറ്റർ ചെയ്ത് ആക്ഷൻ എടുപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് നമ്മൾ കരിയറിൽ നമ്മുടെ ടാർഗറ്റിൽ നമ്മുടെ പാഷനിൽ സക്സസ് ആവുന്നതിന് വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു ഫിയറോട് കൂടി നോക്കി നിൽക്കേണ്ട കാര്യമാണ്. 100% സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കടന്നു വന്ന പാതകളിലെല്ലാം എനിക്ക് സക്സസ് ആകാൻ പറ്റിയത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് മാത്രമാണ്. വളരെ സന്തോഷം സർ. നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ ധാരാളം ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്തിട്ടും ചിലപ്പോൾ ഫ്രീഡം ചലഞ്ച് രാവിലെ 5 മണിക്കാണ്, രാവിലെ എണീക്കാനൊക്കെ മടി കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള വളരെ കുറച്ചൊരു ശതമാനം ആൾക്കാരുണ്ടായിരിക്കാം. രജിസ്ട്രേഷൻ എടുത്തു, പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല, ഫ്രീഡം ചലഞ്ചിൽ വന്ന് കാണത്തില്ല, 10 days അങ്ങനെ ഉപയോഗപ്പെടുത്താതെ ചിലപ്പോൾ വിട്ടു നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ എന്താ ഷെയർ ചെയ്യാനുള്ളത്? ഒരിക്കലും നമ്മൾ ലൈഫിൽ സക്സസ് ആവണമെന്നെങ്കിൽ ആക്ഷൻ എടുത്ത് മതിയാവും. ആക്ഷൻ എടുക്കാൻ ഉള്ള ആ ഫോഴ്സ് നമ്മുടെ കൂടെയുള്ള ആളുകൾ എല്ലാവരും ആക്ഷൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മൾ ആക്ഷൻ എടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മെന്ററുടെ ഡെയിലി ഉള്ള ആ അപ്ഡേഷൻസും നമ്മുടെ ഓരോ മൂവ്മെന്റ്സും അദ്ദേഹത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായി, അടുത്ത സ്റ്റെപ്പായി എന്നുള്ള കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് വരുന്ന കാരണം ആരും ആക്ഷൻ എടുക്കാതിരിക്കത്തില്ല. കാരണം വെച്ചാൽ കരിയറിൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചാണോ കമ്മ്യൂണിറ്റിയിൽ വന്ന് അതിനകത്തേക്ക് പോകാനുള്ള ഓരോ സ്റ്റെപ്പ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ലൈഫിന് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്. പ്രത്യേകിച്ച് നമ്മളെ ഏർലി മോർണിംഗ്, എന്റെയൊക്കെ ലൈഫ് ഒരു 4 AM തുടങ്ങുകയാണ്. ഞാൻ അതിനു മുമ്പ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലായിരുന്നില്ല. ആ ഒരു സിസ്റ്റത്തിലൂടെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ആദ്യമേ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് സ്ട്രേഞ്ചർ സിഗരറ്റ് പോലുള്ള നമ്മുടെ മൈൻഡ് സെറ്റിംഗ്, ഫോക്കസ് സെറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ടെക്നിക്കുകൾ ഉണ്ട്. സ്ട്രേഞ്ചർ സിഗരറ്റ് പോലുള്ള വീടുകൾ കേട്ടതിന് ശേഷം നമ്മുടെ ഡെയിലി ലൈഫ് ആരംഭിക്കുന്നു. അതിനുശേഷം നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട ഒത്തിരി ടൈം നമുക്ക് കിട്ടുകയാണ്. കാരണം നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃത്യമായി ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് അത് രീതിയിൽ നമുക്ക് അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെ ഒരു ദിവസത്തെ മൊത്തം ലൈഫ് സ്റ്റൈല് നമുക്ക് ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യാനും ആ ടൈം ടേബിൾ അനുസരിച്ച് മൂവ് ചെയ്യുക വഴി നമുക്ക് സക്സസ്സിലെത്താനുള്ള ഒരു മാർഗം. ഇതാണ് സക്സസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഹിസ്റ്ററി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഇത് തന്നെയാണ്. ആ ഒരു പാതയിലേക്ക് വരാതെ മാറി നിൽക്കുന്നവർക്ക് മാത്രമാണ് അതിനൊരു ഫെയിലിയർ ഉണ്ടാകത്തുള്ളൂ. നമ്മള് അത് ഒരു കൂടി വന്ന 5 അല്ലെങ്കിൽ 10 11 ദിവസം നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ലാതെ നമ്മുടെ ഡെയിലി റൂട്ടീൻ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകും.
ഇതാണ് നമ്മുടെ കരിയർ സക്സസിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല. പിന്നെ ടെക്നോളജി ലെവലിലാണെങ്കിലും നമ്മുടെ പ്രായോഗിക പ്രാക്ടിക്കൽ ലൈഫിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും വിവരങ്ങളും നമുക്ക് അപ്പം ഇംപ്ലിമെന്റ് ചെയ്തു പോകുന്നതുകൊണ്ട്, നമ്മുടെ ലൈഫിൽ പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്തു പോകുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും കരിയറിന്റെ ഏത് ഒരു ലെവലിലും നമ്മൾ പിന്നോട്ട് പോകത്തില്ല. നമ്മുടെ കോമ്പറ്റേറ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലുള്ള നമ്മുടെ ഈ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ട് ഒരിക്കലും നമ്മൾ ഒരു മത്സരാധിഷ്ഠിത ലെവലിലേക്ക് വന്നാൽ നമ്മൾ ഒരിക്കലും പിമ്പോട്ട് പോകത്തില്ല. നമ്മുടെ സിസ്റ്റം ആയിരിക്കും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് എന്തെങ്കിലും ഈ കമ്മ്യൂണിറ്റിയെ പറ്റി അറിഞ്ഞിട്ട് വീണ്ടും മടിച്ചു നിൽക്കുന്നവരെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു സക്സസിനുള്ള ഒരു 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. താങ്ക് യു. പ്രിൻസ് സാർ, നമ്മുടെ ഇനി അടുത്ത ബിസിനസ്സിലേക്ക് വന്നാൽ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. സാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യുക. എന്താണ് ശരിക്കും ബിസിനസ്സിൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? വിഷൻ എന്താണ്? ഞാനൊരു മിഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ 1 lakh-ഓളം സ്റ്റുഡൻസിനെ ഓവർസീസ് കരിയർ സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മിഷനിലാണ് ഞാൻ. അപ്പൊ ഞാൻ അതിന്റെ പാർട്ടായിട്ട് എന്റെ വീഡിയോ ക്രിയേഷൻ, വീഡിയോ അപ്ലോഡ്, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വീഡിയോ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ പേരിൽ ആദ്യമേ ഞാൻ ലാംഗ്വേജ് ട്രെയിനിങ്ങുകളായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഓവർസീസ് കൺസൾട്ടൻസി രണ്ടും കൂടെ ആയിരുന്നു ചെയ്തത്. പക്ഷെ ഞാൻ ഈ വീഡിയോസ് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ വളരെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റോ കാര്യങ്ങൾക്കൊന്നും പോവാതെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ സൊസൈറ്റിക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും ആ രംഗത്ത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ രംഗത്തെ പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ വീഡിയോ കാണാനും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുവഴി നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കരിയറിൽ നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഓവർസീസ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അതുവഴി നമുക്ക് അതൊരു ബിസിനസ്സാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു ബിസിനസ് മേഖലയെ സംബന്ധിച്ച് വളരെ വർത്തായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ആർക്കെങ്കിലും ഓവർസീസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ സാർ, ഈ 1 to many ആയിട്ട് നമ്മൾ വെബിനാർ കാര്യങ്ങൾ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലോ വെബിനാറുകൾ ചെയ്യാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെബിനാർ എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ചെറിയ തോതിൽ ഒരു വെബിനാറുകൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷന്റെ അഡ്മിഷൻ സമയത്ത് എന്ന് വെച്ചാൽ ഒരു സീസണൽ ആയിട്ട് അഡ്മിഷൻ സമയത്ത് കുറച്ച് വെബിനാറുകൾ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് അഡ്മിഷൻ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അഡ്മിഷൻ വരുന്നു എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു. പിന്നീട് ഞാൻ വെബിനാറിന്റെ ഇപ്പം നമുക്ക് കാൽസ്വൽ കമ്മ്യൂണിറ്റി തന്നെ ഓരോ രംഗത്തും നമുക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് വെബിനാർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ A to Z കാര്യങ്ങൾ സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമുക്ക് ലഭ്യമാണ്. അതും പ്രകാരം ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വെബിനാർ ചെയ്യാൻ ആരംഭിച്ചതോടുകൂടി എന്നെ സംബന്ധിച്ച് ഒരു വെബിനാർ ചെയ്യുന്നതിന് ഉള്ള ആ ഫിയർ ഒന്നാമത് മാറി. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ, ഈ രംഗത്ത് തന്നെ ഒത്തിരി ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് അടുക്കാനും അതുവഴി നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഈ വെബിനാർ ഇതിന്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത, ഇന്നത്തെ ഈ മാർക്കറ്റിംഗ് രംഗത്തെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇതാണ്. ആ വെബിനാറിലൂടെ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ ആളുകൾക്ക് പെട്ടെന്ന് നമുക്ക് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതും, ആ വെബിനാറിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്, ജോയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 100% ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ പെട്ടെന്ന് നമ്മുടെ ഉള്ള കൺവേർഷൻ എന്നുള്ള ആ റേഷ്യോ വളരെ പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതും ആണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ, നമ്മൾ സാധാരണ അങ്ങോട്ട് കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസിനുള്ള സാധ്യത ഇച്ചിരി കുറവും. പക്ഷേ കസ്റ്റമർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സെയിൽസ്. അത് തീർച്ചയായിട്ടും വെബിനാറിൽ നമുക്ക് ജസ്റ്റ് കണ്ടന്റ് മാത്രമല്ല, നമ്മളെ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ ആരാണ്, എന്താണ്, പെട്ടെന്ന് സെയിൽസ് നടക്കും. അപ്പോൾ സാർ, ഈ ഇതിലേക്ക് വന്നതിന് ശേഷം കാൽസ്വൽ കമ്മ്യൂണിറ്റി വന്നിട്ട് വെബിനാർ ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് വന്നു. ഏകദേശം എത്ര എമൗണ്ട്സ് ഒക്കെ നമുക്കൊരു വ്യത്യാസം ബിസിനസ്സിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ എത്ര വ്യത്യാസം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവും? ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് വന്നതിന് ശേഷം എനിക്കുണ്ടായ ഗ്രോത്ത്, അതിന് മുമ്പുണ്ടായിരുന്ന എനിക്ക് ആ ഫിനാൻഷ്യൽ ബെനിഫിറ്റും അതിനുശേഷം വന്ന ഫിനാൻഷ്യൽ
വെരിഫിക്കേഷൻ തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ഓരോ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട്, ഒരാളോട് നമ്മളെ പറ്റി എന്താണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞ് ഒരു 10 പേരോട് പറയുമ്പോൾ അതിനകത്ത് ഒരാൾ പോലും കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല. പിന്നീട് നമ്മൾ വാല്യൂ കണ്ടന്റ്, നമുക്ക് മനസ്സിലുള്ള ആശയങ്ങളും കാര്യങ്ങളും നമ്മൾക്ക് ഈ രംഗത്തുള്ള കൂടുതൽ അറിവ് നമ്മൾ ആളുകളിലേക്ക് പകർന്നു നൽകുന്ന വീഡിയോസും വെബിനാർ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നു. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടത്. അങ്ങനെ അതുവഴി നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഗ്രോത്ത്, അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഗ്രോത്തിൽ നിന്നും ഒരു 60 to 70% വരെ നമുക്ക് ഈ ഒരു ലെവൽ, ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ആയതിനു ശേഷം മാറ്റം വന്നിട്ടുണ്ട്. അത് ഇതിനേക്കാൾ കൂടുതൽ സക്സസ്സിലാകും. കാരണം ഞാൻ ഇപ്പൊ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞു 1 year ആയിട്ടുള്ളൂ. പക്ഷെ മുന്നോട്ടുള്ള ആ പാത ഇനിയും നമ്മൾ വളരെ അഗ്രസീവായിട്ട് ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഞാൻ ഇത്രയും കാലം എൻ്റെ ഒരു പഠനത്തിൻ്റെതായ കാലങ്ങളായിരുന്നു, ഒത്തിരി സമയം ആ ലെവലിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ടെക്നോളജികൾ പഠിച്ചിട്ടുണ്ട്. ആ ടെക്നോളജികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 100% അതിനകത്ത് സക്സസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഫ്രീഡം ഹിൻഷ് ആവുക, ഹോളോ ഫ്രെയിം. ഇപ്പോൾ ഹോളോ ഫ്രെയിംസിലേക്ക് വന്നു, അത് ഫസ്റ്റ് ഹോളോ ഫ്രെയിമാണ്. ഇനിയും നമുക്ക് ഈ ഒരു യാത്ര മുന്നോട്ട് പോകണം, ഒരു 1 CRലേക്ക് ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ. നമ്മൾ കസ്റ്റമറിൻ്റെ പുറകെ പോകാതെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്ന എക്കോ സിസ്റ്റം, ഒരു ബ്ലൂ ഓഷ്യൻ ബിൽഡ് ചെയ്തിട്ട് അതിലൂടെ ഒരു 1 CR സിസ്റ്റത്തിലൂടെ ബിൽഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം December 16 നമ്മുടെ ഓഫ്ലൈൻ മീറ്റിങ്ങിൽ നമുക്ക് കാണാം. ഇതൊരു നല്ല തുടക്കമാണ് ഈ ഇൻ്റർവ്യൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ആർക്കെങ്കിലും 10 days വീഡിയോ ചലഞ്ച് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട്, മറ്റ് ചാർജസ് ഇല്ലാതെ 10 days വീഡിയോ ചലഞ്ചിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് ഉണ്ട്, പ്രിൻസ് സാറിൻ്റെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് ഓവർസീസുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും സാറുമായിട്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. യൂട്യൂബ് ലിങ്കും കൊടുക്കുന്നു. ഫൈനലി എന്തെങ്കിലും മറ്റ് മെസ്സേജസ് ഇത് കാണുന്നവർക്ക് സാറിന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വൈൻഡപ്പിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ മെയിനായിട്ടും എനിക്ക് ഈ രംഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് രംഗത്തോ നമ്മൾ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ഇന്റൻഷൻ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി അതിന് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, അത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു ദിവസമെങ്കിലും ആ വെബിനാറിലോ അല്ലെങ്കിൽ സാറിന്റെ ആ ക്ലാസിന്റെ ഒരു സ്ട്രാറ്റജികൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഒരു ബിഗിനറിന്റെ ഒരു സ്റ്റേജ് തൊട്ട് അദ്ദേഹത്തിന്റെ ഒരു കരിയർ പാത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഒരു പാഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അതനുസരിച്ച് ഒരു നിഷ് എങ്ങനെ കണ്ടുപിടിക്കണം, ആ നിഷ് വഴി എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ 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 സിസ്റ്റമാറ്റിക് ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടി, ഒരു LKG സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഏത് ലെവലിൽ ടെക്നോളജിയിൽ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഇത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ഏറ്റവും ഹൈ ലെവലിലുള്ള ആളുകൾക്കും കിട്ടുന്ന രീതിയിലുള്ള അതിന്റെ അഡ്വാൻസ്ഡ് ലെവലും വരെ ഇതിനകത്ത് ഉണ്ട്. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഏറ്റവും ബിഗിനിങ് സ്റ്റേജ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ വരെ മനസ്സിലാക്കാനുള്ള എല്ലാവിധ ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. തീർച്ചയായിട്ടും ഈ രംഗത്തേക്കോ തന്റെ കരിയർ സക്സസ് ആവാനോ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 100% അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്, ഏറ്റവും നല്ല ഒരു പാത്താണ് ഈ കമ്മ്യൂണിറ്റി. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു. ഒരിക്കലും മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമാണ് അവരുടെ കരിയർ സക്സസ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തെളിഞ്ഞു വരത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഇനിയും കാണാം സർ. ഇനിയും അടുത്തൊരു ഹോളോ ഫ്രെയിമിലേക്ക്, ഒരു 1 CR അവാർഡിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ. ഈ ഒരു ജേണി മുന്നോട്ട് പോവുക. സോഷ്യൽ മീഡിയയിൽ മാക്സിമം വീഡിയോസ് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക, കണക്റ്റഡ് ആയിരിക്കാം. താങ്ക് യു സർ. തീർച്ചയായിട്ടും താങ്ക് യു സർ.